കൊതിച്ചതും സ്വന്തമാക്കിയത് ഞങ്ങളുടെ തറവാട്ടുകാർക്ക് ശീലമുള്ളൂ. അതായത് ഈ ഡയലോഗ് ഞാൻ മാസലങ്ങ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കാം. പായസം എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആണ്. കഴിഞ്ഞ വർഷം മെയ് 1-ാം തീയതി അടുത്ത് ഏതോ ഒരു ഊട്ടുതിരുന്നാളിന് 1/2 ലിറ്റർ പായസവുമായിട്ടാണ് മമ്മി വീട്ടിൽ വന്നേ എന്നുള്ള ഒടുക്കത്തെ തള്ളും കേട്ട് ഈ വർഷം മെയ് 1-ന് മമ്മിയുടെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നതാണ്. ദിസ് ഇസ് മൈ വെരി ഓൺ ലിസി ആൻറ്റി. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള യാത്രക്കിടയിൽ ലിസി ആൻറ്റിയുടെ ചേച്ചീനെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ ചെന്നിട്ട് റെയിൻബോയിലില്ലാത്ത കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് റെയിൻബോ ഐസ്ക്രീം എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് 3 ഐസ്ക്രീം വാങ്ങി അത് തിന്ന് അവിടെ ഇരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിന്റെ ഇടയ്ക്ക് നടന്ന കുറച്ച് സ്റ്റിൽസ് ആൻഡ് ഫോട്ടോസിനെ കാണിച്ചു തരാം. അതാ എന്താ ഇടി. അതങ്ങനെ ഇരുന്നിരുന്നിരുന്ന അവസാനം പായസം തീർന്നു. ഞങ്ങൾ ആന്റീനെ കണ്ടില്ല, ആന്റി ഞങ്ങളെയും കണ്ടില്ല. ഞങ്ങൾ അവസാനം പായസം കിട്ടാതെ അലഞ്ഞു നടന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1/2 ലിറ്റർ പായസവുമായിട്ട് വരാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇറങ്ങിയെങ്കിലും ഒരു ഗ്ലാസ് പായസം പോലും കിട്ടാതെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ കയറി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, കൊതിച്ചതൊന്നും കിട്ടാത്ത ആ പരിപാടി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 150 രൂപയ്ക്ക് ഒരു പായസം ഇങ്ങോട്ട് മേടിച്ചു ബേക്കറിയിൽ നിന്ന്. അത് കുടിച്ച് രാത്രി അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.